മറ്റു വാർത്തകളിലേക്ക് യമനിലുണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നിൽ വിദേശ ഗൂഢാലോചനയാണെന്ന് പ്രസിഡന്റ് അബ്ദുൾ റബ്ബ് ഹാദി അൽ മൻസൂർ. വെടിനിർത്തൽ കരാർ പാലിക്കാനും ആയുധങ്ങൾ ഉപേക്ഷിക്കാനും മൻസൂർ ഹൂത്തി വിമതരോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ തലസ്ഥാനമായ സനായുടെ ഭൂരിഭാഗവും വിമതരുടെ അധീനതയിലായി. സനായിലെ മിക്കവാറും സർക്കാർ സ്ഥാപനങ്ങളും ദേശീയ ബാങ്കുമെല്ലാം ഇപ്പോൾ ഹൂതികളുടെ അധീനതയിലാണ്. മാത്രമല്ല, ഇതിനെ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച് ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി ദേശീയ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സംഘർഷത്തിന് പിന്നിൽ വിദേശ ശക്തികളാണെന്ന് അബ്ദുൾ റബ്ബ് ഹാദി മൻസൂർ ആരോപിച്ചത്. ഹൂതി വിഭാഗത്തിന്റെ അടുത്ത നീക്കം നിർണായകമാവുകയാണ്. മുൻ സ്വേച്ഛാധിപതി അലി അബ്ദുള്ള സാലിഹിനെതിരെ ജനകീയ വിപ്ലവത്തെ പിന്തുണച്ച സൈനിക മേധാവി അലി മുഹസിൻ അൽ അമാറിനെ പിന്തുണക്കുന്ന സൈന്യത്തിലെ ഒരു വിഭാഗം തോറ്റു പിന്മാറിയതോടെ യമനിൽ നിലവിലുള്ള അൽ ഖായിദയും ഹൂതികളും തമ്മിലുള്ള പോരാട്ടം ആരംഭിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. യമനിൽ രാഷ്ട്രീയക്കാരുടെ വീടുകൾ പലതും ഹൂത്തി വിമതരുടെ പിടിയിലായി. തസ്കര രാജ്യം എന്നറിയപ്പെടുന്ന യമനിലെ അഴിമതിയുടെ വ്യാപ്തി ബോധ്യപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയക്കാരുടെ വീടുകൾ. കഴിഞ്ഞ ദിവസം വിമതരുടെ പിടിയിലായ പ്രതിപക്ഷ നേതാവും ബിസിനസ്സുകാരനുമായ ഹാമിദ് അൽ അഹ്മറിന്റെ വീട്ടിലെ കാഴ്ച കാണും. ആഭ്യന്തര യുദ്ധം നടക്കുന്ന യമനിലെ പ്രതിപക്ഷ നേതാവും കോടീശ്വരനുമായ ഹാമിദ് അൽ ഹൈമറിന്റെ വീട് ഹൂതി വിമതർ പിടിച്ചെടുത്തിരുന്നു. ഇത് പിന്നീട് വിമതർ ഒരു മ്യൂസിയമാക്കി മാറ്റി. സാധാരണക്കാരായ യമനികൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആഡംബരമാണ് ഹാമിദിന്റെ വീട്ടിൽ കാണാൻ കഴിഞ്ഞത്. ആർഭാടമായ നീന്തൽക്കുളത്തിൽ മതിവരും വരെ നീന്തിയും വിലയേറിയ കസേരകളിലിരുന്ന് ഫോട്ടോകളെടുത്തുമാണ് അവർ വീണുകിട്ടിയ അവസരം വിനിയോഗിച്ചത്. ഹൂതി വിമതരുമായി UN മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടുവെങ്കിലും അവരുടെ അടുത്ത നീക്കമെന്തെന്ന് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് മീഡിയ 1. UAEയിൽ കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് പരാതി നൽകാൻ തൊഴിൽ മന്ത്രാലയം പുതിയ സംവിധാനം പ്രഖ്യാപിച്ചു. റാത്തിബി എന്ന പേരിലാണ് തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാൻ പദ്ധതി ഏർപ്പെടുത്തിയത്. UAEയിൽ ഇനി ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ലെങ്കിൽ പേടിക്കേണ്ട. നിങ്ങളെ സഹായിക്കാൻ തൊഴിൽ മന്ത്രാലയം റെഡിയാണ്. ഇതിനുവേണ്ടി എന്റെ ശമ്പളം എന്നർത്ഥം വരുന്ന റാത്തിബി എന്ന പേരിൽ തൊഴിൽ മന്ത്രാലയം പുതിയ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ച് ശമ്പളം സംബന്ധിച്ച ഏത് പരാതിയും മന്ത്രാലയത്തെ അറിയിച്ചാൽ ഉടനടി പരിഹാരമാണ് മന്ത്രാലയം ഉറപ്പു നൽകുന്നത്. 800-665 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചോ വെബ്സൈറ്റ് വഴിയോ വേജ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ നേരിട്ട് ചെന്നോ പരാതി നൽകാം. പരാതിക്കാരന്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ തന്നെ പരിഹാരമുണ്ടാകുമെന്നതാണ് റാത്തിബിയുടെ പ്രത്യേകത. തൊഴിലവകാശ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് മന്ത്രാലയം ഇത്തരത്തിലൊരു സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് മന്ത്രാലയം ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഹുമൈദ് ബിൻ ദമാസ് അൽ സുബൈദി അറിയിച്ചു. തൊഴിലാളികളുടെ കെട്ടിക്കിടക്കുന്ന പരാതികൾക്ക് കൂടുതൽ പരിഗണന നൽകി ഉടനടി പരിഹാരം കാണാൻ കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രി സഖർ ഗോബാഷ് നിർദ്ദേശം നൽകിയിരുന്നു. UAEയിലെ ആയിരക്കണക്കിന് വരുന്ന തൊഴിലുടമകളുടെയും ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെയും നിരവധി പരാതികൾ എളുപ്പത്തിൽ ഇതിലൂടെ പരിഹരിക്കാൻ കഴിയും. ശമ്പളം ലഭിക്കാൻ 15 ദിവസം വൈകുന്നവർ, 1 മാസം വൈകുന്നവർ, 2 മാസത്തിലധികം വൈകുന്നവർ എന്നിങ്ങനെ 3 വിഭാഗമായി വേർതിരിച്ചിട്ടുണ്ട്. പരാതികൾ അറിയിക്കാനുള്ള കോൾ സെന്ററിൽ 24 ജോലിക്കാരുടെ സേവനം ലഭ്യമായിരിക്കും. അറബി, ഇംഗ്ലീഷ് ഭാഷകൾക്ക് പുറമെ ഹിന്ദി, ഉറുദു, പേർഷ്യൻ, റഷ്യൻ, ഫ്രഞ്ച്, ആഫ്രിക്കൻ തുടങ്ങി നിരവധി ഭാഷകളിൽ സേവനം ലഭ്യമാവും. തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം നടത്താൻ മന്ത്രാലയം പ്രത്യേകം വീഡിയോ ഡോക്യുമെന്ററിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. 45 വയസ്സിന് താഴെയുള്ള പുരുഷന്മാർക്ക് മസ്ജിദുൽ അഖ്സയിൽ പ്രവേശനം നിഷേധിച്ചതിന് പിന്നാലെ ഇസ്രായേൽ സ്ത്രീകളെയും തടയുന്നു. വിനോദസഞ്ചാരികൾക്ക് ശല്യമാവുമെന്നാണ് ഇതിന് ഇസ്രായേൽ പറയുന്ന ന്യായീകരണം. കഴിഞ്ഞ 1 മാസമായി യുവാക്കളായ ഫലസ്തീൻ പുരുഷന്മാർക്ക് മസ്ജിദുൽ അഖ്സയിൽ പ്രവേശനമില്ല. ഇപ്പോൾ സ്ത്രീകളെയും ഇസ്രായേൽ സൈന്യം തടയുകയാണ്. സ്ത്രീകൾ തക്ബീർ വിളിക്കുന്നത് മസ്ജിദ് സന്ദർശിക്കാനെത്തുന്ന ഇസ്രായേലികൾക്കും വിനോദസഞ്ചാരികൾക്കും തടസ്സമാകുന്നെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം. എന്നാൽ ഇത് ഇസ്രായേൽ നിയമങ്ങൾക്ക് തന്നെ വിരുദ്ധമാണെന്നാണ് ആക്ഷേപം. بكل تأكيد هناك لا يوجد قرار بمفهوم قرار. هناك يعني يصدر عن الشرطة الإسرائيلية على سبيل المثال تعليمات بأن يمنع النساء من دخول الأقصى في الفترة. ഹീബ്രു കലണ്ടർ പ്രകാരമുള്ള അവധി ദിനങ്ങളിൽ നിരവധി ഇസ്രായേലികൾ മസ്ജിദുൽ അഖ്സ സന്ദർശിക്കാറുണ്ട്. ഇതാണ് ഫലസ്തീനികളെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വിലക്കുന്നതിന് കാരണം. ഖുദ്സ് നിലനിൽക്കുന്ന പ്രദേശം പഴയ നിയമത്തിലെ ശലോമോൻ പണി കഴിപ്പിച്ച ടെമ്പിൾ മൗണ്ട് ആണെന്നാണ് ഇസ്രായേലിന്റെ വാദം. ന്യൂസ് ഡെസ്ക് മീഡിയ 1.
ഫലസ്തീനിലെ ബദവി ഗോത്രവംശജരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് കുടിയിറക്കാൻ ഇസ്രായേലിന്റെ ആസൂത്രിത നീക്കം. ജോർദാൻ താഴ്വരയിൽ പുതുതായി നിർമ്മിച്ച ന്യൂമ പട്ടണത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണ് ഇസ്രായേലിന്റെ പദ്ധതി. മരുഭൂവാസികളായ ആദിമ ഗോത്രവിഭാഗമാണ് ബദവികൾ എന്നറിയപ്പെടുന്നത്. 12,500 ബദവികളെയാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് കുടിയിറക്കാൻ ഇസ്രായേൽ ശ്രമം നടത്തുന്നത്. കുടിയിറക്കാനുള്ള നടപടികൾക്കുള്ള രൂപരേഖ തയ്യാറായതായി ഇസ്രായേൽ പത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ജെറുസലേമിലേക്കുള്ള ഫലസ്തീനികളുടെ പ്രവേശനം തടയുന്നതാണ് ഈ നീക്കമെന്നതിനാൽ UN-ഉം അമേരിക്കയും ഇതിനെ എതിർത്തിരുന്നു. ഇസ്രായേലിന്റെ ആസൂത്രിത നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം രംഗത്തെത്തണമെന്ന് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസി ആവശ്യപ്പെട്ടിരുന്നു. ബദവികളുടെ വക്താവ് പദ്ധതിയെ അപലപിച്ചു. إذا أخرجت السمك من البحر فالسمك راح يموت والبدوي إذا أخرجته من حياة البداوي هي الصحراء والثروة الحيوانية والطبيعة والهواء والشمس وكل هاي المواضيع فأنت عبارة عن قتلت الإنسان البدوي هذا. ബദവികളെ നിർബന്ധിതമായി കുടിയിറക്കുന്നത് വഴി അധിനിവേശ വ്യാപനത്തിനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും ഫലസ്തീന്റെ പരമാധികാരമാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും PLO കുറ്റപ്പെടുത്തി. കുടിയൊഴിപ്പിക്കൽ ബദവികളുടെ പരമ്പരാഗത ജീവിതത്തെ ബാധിക്കുമെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലത്ത് ഓരോ കുടുംബത്തിനും ആവശ്യമായ സ്ഥലവും അനുവദിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട്. വെസ്റ്റ് ബാങ്കിലെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ഇപ്പോഴും ഇസ്രായേൽ സേനയുടെ അധീനതയിലാണുള്ളത്. തീരുമാനത്തിനെതിരെ 60 ദിവസത്തിനകം കോടതിയെ സമീപിക്കാമെന്ന വ്യവസ്ഥയോടെയാണ് ഇസ്രായേൽ ബദവി കുടിയൊഴിപ്പിക്കൽ പദ്ധതി പ്രഖ്യാപിച്ചതെന്ന് ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഒമാനിൽ സമാധാനപരമായി സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭ പ്രതിനിധിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ യോഗം ചേർന്നു. UN പ്രതിനിധി പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിലെ മുഴുവൻ പരാമർശങ്ങളും യോഗം ചർച്ച ചെയ്തതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഈ മാസം 13-നാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി മൈനാക്കിനായി ഒമാനിൽ സമാധാനപരമായി സംഘടിക്കാനും സംഘടനാ പ്രവർത്തനം നടത്താനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിക്കാനെത്തിയത്. വിവിധ മേഖലയിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അഭിനന്ദനങ്ങൾക്കൊപ്പം വിമർശനങ്ങളും ഉണ്ടായിരുന്നു. സമാധാന പാലനത്തിൽ രാജ്യം മുന്നിൽ നിൽക്കുമ്പോഴും സംഘടിക്കാനുള്ള നിയന്ത്രണം രാജ്യനിവാസികളെ നിഷ്ക്രിയരാക്കുന്നുവെന്നും പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ആരും മുന്നോട്ട് വരാത്ത സാഹചര്യമുണ്ടാക്കുന്നുവെന്നുമായിരുന്നു വിമർശനം. രാജ്യത്തെ അടിസ്ഥാന നിയമം പൗരന്മാർക്ക് സമാധാനപരമായി സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അതേസമയം 9 പേരിൽ കൂടുതൽ ഒത്തുചേരുന്നതിന് അധികൃതരുടെ അനുമതി വേണമെന്ന ചട്ടവും നിലനിൽക്കുന്നു. ഇത്തരം നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുമായി ഒത്തുപോകുന്നതല്ലെന്ന് പ്രതികരിച്ച UN പ്രതിനിധി മനുഷ്യാവകാശ കമ്മീഷനെയും വിമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അസാധാരണ യോഗം ചേർന്ന് മൈനാക്കിനായുടെ വാർത്താക്കുറിപ്പിലെ പരാമർശങ്ങൾ ചർച്ച ചെയ്തത്. പ്രസ്താവനയിലെ അനുകൂലവും പ്രതികൂലവുമായ മുഴുവൻ പരാമർശങ്ങളും കമ്മീഷൻ ചർച്ച ചെയ്ത് അവയ്ക്ക് മറുപടി നൽകിയെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഖത്തറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 5 ഇന്ത്യക്കാരെ ഇറാൻ തീരദേശ സേന അറസ്റ്റ് ചെയ്തു. ഒരു മലയാളി ഉൾപ്പെടെയുള്ള സംഘത്തെ സമുദ്രാതിർത്തി ലംഘിച്ചതിന്റെ പേരിലാണ് ഇറാനിലെ ക്വിഷ് ദ്വീപിൽ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 16-ന് ഖത്തറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 5-അംഗ സംഘത്തിൽ കന്യാകുമാരിയിൽ നിന്നുള്ള 4 പേരും ഒരു തിരുവനന്തപുരം സ്വദേശിയുമാണ് ഉണ്ടായിരുന്നത്. ശശികുമാർ, ആന്റണി, അരോക്യ ആന്റണി, തദേവൂസ് അന്തോണി എന്നിവരാണ് ഇപ്പോൾ ഇറാനിലെ ക്വിഷ് ദ്വീപിൽ തടവിൽ കഴിയുന്നതെന്ന് സൗത്ത് ഇന്ത്യൻ ഫിഷർമെൻ ഫ്രട്ടേണിറ്റി ഭാരവാഹികൾ അറിയിച്ചു. സമുദ്രാതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ സെപ്റ്റംബർ 22-നാണ് ഇറാൻ കോസ്റ്റ് ഗാർഡ് ഇവരെ തടവിലാക്കിയത്. സമാനമായ സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും നിരവധി മത്സ്യത്തൊഴിലാളികൾ ഇറാനിൽ തടവിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഇവരുടെ മോചനത്തിനായി ഇറാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സൗത്ത് ഇന്ത്യൻ ഫിഷർമാൻ ഫ്രട്ടേണിറ്റി ജനറൽ സെക്രട്ടറി ഫാദർ ചർച്ചിൽ ആവശ്യപ്പെട്ടു. സമുദ്രാതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ നിന്നുള്ള ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ഖത്തർ കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലായിരുന്നു. ഇവരിൽ ഒരാൾ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടിടിച്ച് മരണപ്പെട്ടതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനും തടവിൽ കഴിയുന്നവരെ മോചിപ്പിക്കാനും ഇതുവരെ നടപടികളെടുത്തില്ലെന്നും സൗത്ത് ഇന്ത്യൻ ഫിഷർമാൻ ഫ്രട്ടേണിറ്റി കുറ്റപ്പെടുത്തി. തടവിൽ കഴിയുന്നവരെ വിട്ടയക്കാനും മരിച്ച കാർത്തികിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനും കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ. ഈ വർഷത്തെ ഹജ്ജിനുള്ള ഇന്ത്യൻ തീർത്ഥാടകരിൽ 90% പേരും മക്കയിലെത്തി. ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഹജ്ജിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ BS മുബാറക് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 27-ന് ആരംഭിച്ച ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടനം ഈ മാസം 29-ന് അവസാനിക്കും. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി കീഴിൽ 90,000 തീർത്ഥാടകർ ഇതുവരെയായി മക്കയിലെത്തി. സ്വകാര്യ ഗ്രൂപ്പുകളിൽപ്പെട്ട ഭൂരിഭാഗം പേരും ഹജ്ജിനെത്തിയിട്ടുണ്ട്.
തീർത്ഥാടകർക്കൊരുക്കിയ എല്ലാവിധ സംവിധാനങ്ങളും സമ്പൂർണ്ണ വിജയകരമായിരുന്നുവെന്ന് കോൺസുൽ ജനറൽ പറഞ്ഞു. ഇതാദ്യമായി മദീനയിൽ ഏർപ്പെടുത്തിയ ഭക്ഷണ വിതരണം തുടക്കത്തിലെ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മക്കയിൽ താമസത്തിനുള്ള കെട്ടിടങ്ങളുടെ എണ്ണം കുറഞ്ഞതിനാൽ ബ്രാഞ്ച് ഓഫീസർമാർക്ക് ഹാജിമാരെ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്. The facilities are in place, and since the number of buildings are less, our branch offices are able to have a constant and regular follow-up of those arrangements. So the complaints this year are very minimal, I would say. മക്കയിലെ 13 ഡിസ്പെൻസറികളിലും ജർവലിലെയും അസീസിയയിലെയും ആശുപത്രികളിലും 24 മണിക്കൂറും മെഡിക്കൽ സൗകര്യം ലഭ്യമാണ്. 1 ലക്ഷത്തോളം OP കാർഡുകളാണ് ഇതുവരെയായി നൽകിയത്. This is primarily because people come repeatedly, and people also, this is many times the doctor themselves tell them to come repeatedly, or otherwise the patient themselves feel that they should come every day or once in 2 days to meet the doctor and take some medication. ജിദ്ദ കോൺസുലേറ്റിന്റെയും ഇന്ത്യയിൽ നിന്നെത്തിയ 546 ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ഹജ്ജ് മിഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ. ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് ഏറ്റവും സുഖകരമായി കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് നിർദ്ദേശം നൽകി. ഹറം വികസന പ്രവർത്തികൾ കാരണം തീർത്ഥാടകർക്ക് പ്രയാസം നേരിടാതിരിക്കാൻ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. മസ്ജിദുൽ ഹറാം വികസന പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങൾ തീർത്ഥാടകർക്ക് തുറന്നുകൊടുക്കണം. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായ പുതിയ കുടിവെള്ള കേന്ദ്രങ്ങളും ബാത്റൂമുകളും വുദുവെടുക്കാനുള്ള സ്ഥലങ്ങളും മറ്റു സൗകര്യങ്ങളുമെല്ലാം താൽക്കാലികമായി പ്രവർത്തന സജ്ജമാക്കി തീർത്ഥാടകർക്ക് തുറന്നുകൊടുക്കാനും അബ്ദുള്ള രാജാവ് നിർദ്ദേശിച്ചു. ഹറമിന്റെ ചുറ്റുപാടുകളും വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി അടഞ്ഞുകിടക്കുന്ന റോഡുകളും താൽക്കാലികമായി പ്രവർത്തന സജ്ജമാക്കി തീർത്ഥാടകരുടെ ഉപയോഗത്തിന് തുറന്നുകൊടുക്കണം. അതോടൊപ്പം വികസനം നടന്നുകൊണ്ടിരിക്കുന്ന മത്വാഫിൽ പൂർത്തിയായ ഭാഗങ്ങളും തീർത്ഥാടകരുടെ സൗകര്യത്തിന് തുറന്നുകൊടുക്കാൻ അബ്ദുള്ള രാജാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലുമുള്ള ലൈറ്റുകൾ, എയർ കണ്ടീഷനിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും തീർത്ഥാടകരുടെ സൗകര്യത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും വിധം സജ്ജീകരിക്കാനും രാജാവ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടകരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് സൗദി ഭരണകൂടം മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. ഓരോ വർഷവും ഹജ്ജ് അനുഭവങ്ങൾ വിലയിരുത്തുകയും പോരായ്മകൾ പരിഹരിച്ച് പുതിയ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു വരുന്നു. മൂസക്കുട്ടി വെട്ടിക്കാടരി, മീഡിയ 1, ജിദ്ദ. ഇടവേള.